ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LPUPയുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് പ്രസ്താവന രൂപത്തിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുടെ ഒരു പരിചയപ്പെടലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LPUPയുടെ നോട്ടിഫിക്കേഷന്റെ കാര്യമൊക്കെ തീരുമാനമായി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പഠിച്ചു തുടങ്ങുവാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ടോസ് അക്കാദമിയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം: ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ജമീന്ദാർമാരുടെ ചൂഷണത്തിനെതിരായി കിഴക്കൻ ബംഗാളിലെ കർഷകർ നടത്തിയ കലാപമാണ് കൂക കലാപം. അടുത്ത സ്റ്റേറ്റ്മെന്റ്: കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ എന്ന് വിളിച്ചിരുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്: ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. ഇനി അടുത്തത്: സന്യാസി കലാപത്തെ ആധാരമാക്കി 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. ഓക്കെ, അപ്പൊ ഈ രീതിക്കുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എയിൽ 2, 3, 4, ഓപ്ഷൻ ബിയിൽ 1, 2, ഓപ്ഷൻ സിയിൽ 3, 4 ഇവയെല്ലാം ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ജമീന്ദാർമാരുടെ ചൂഷണത്തിനെതിരായി കിഴക്കൻ ബംഗാളിലെ കർഷകർ നടത്തിയ കലാപമാണോ കൂക കലാപം? അല്ല, കൂക കലാപം എന്ന് പറയുന്നത് സിഖ് മതത്തിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നടന്ന ഒരു മൂവ്മെന്റ് ആണ്. രാം സിംഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ നേതാവിൽ നടന്ന ഒരു പ്യൂരിഫിക്കേഷൻ മൂവ്മെന്റ് ആണ് കൂക വിപ്ലവം അല്ലെങ്കിൽ കൂക മൂവ്മെന്റ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്: കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ SCERT ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ സന്യാസി കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ആനന്ദമഠം എന്ന് പറഞ്ഞുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതി രൂപപ്പെടുന്നത്. അപ്പൊ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം തിരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലെ? അപ്പം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 2, 3 and 4. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എപ്പോഴും ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ അതോ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റേറ്റ്മെന്റുകളിലേക്ക് പോകാവുള്ളൂ. അങ്ങനെ തെറ്റിന് പകരം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എഴുതി മിസ്റ്റേക്ക് പലരും ഒത്തിരി പ്രാവശ്യം വരുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഒഴിവാക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് മാത്രം സ്റ്റേറ്റ്മെന്റുകളിലേക്ക് പോവുക. സോ ഫസ്റ്റ് ഓപ്ഷൻ: 1920 പഞ്ചാബിൽ നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ്. അടുത്ത ഓപ്ഷൻ: കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ബോംബ് എറിഞ്ഞ പോരാളി ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കി ഷാഹിദ് ഇ അസം എന്ന് അറിയപ്പെട്ടു. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ABCD എന്ന് പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റും ഉണ്ട്. 1, 2, 1, 3, 4, 2, 3, 4, 1, 3, 1, 2, 3, 4 എല്ലാം ശരിയാണ്. ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റുകളിലേക്ക് വീണ്ടും വരാം. 1920 പഞ്ചാബിൽ നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ്. നവജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ്, അത് ശരിയാണ്. പക്ഷെ 1920 1926 1926 നവജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന ആ ഒരു സംഘടന ഭഗത് സിംഗ് സ്ഥാപിക്കുന്നത്. അടുത്തത്: കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞ പോരാളി, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം നമ്മുടെ എവിടെ സമരങ്ങൾ നടന്നു കഴിഞ്ഞാലും കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് അല്ലെ? അപ്പോൾ ഇതിനെ ജനകീയമാക്കിയതും ആരാണ്? ഭഗത് സിംഗ് ആണ്. ഇനി ഷാഹിദ് ഇ അസം എന്ന് അറിയപ്പെടുന്ന വിപ്ലവകാരി, ഷാഹിദ് ഇ അസം എന്നറിയപ്പെടുന്നതും ആരാണ്? ഭഗത് സിംഗ് തന്നെയാണ്. ഷാഹിദ് ഇ അസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്രേറ്റ് മാർട്ടിയർ, മഹാനായ രക്തസാക്ഷി എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഷാഹിദ് ഇ അസം എന്ന പേര് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആയല്ലോ. അതുപോലെ ഷഹിദി അസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയും 2002 ഭഗത് സിംഗിനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. സോ അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കിട്ടി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. 1926 നവജവാൻ ഭാരത് സഭ സ്ഥാപിതമായത്. സോ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2, 3, 4 ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അടുത്തത്, ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുമ്പോൾ ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു ഹോമി സത്ന. അടുത്തത്, 1998 മെയ് 11, 13 തീയതികളിൽ ഇന്ത്യ രണ്ടാമതായി ആണവ പരീക്ഷണം നടത്തി. അപ്പൊ ഇതിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്? ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം. ഇതും ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധൻ ചിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുമ്പോൾ ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഹോമി സത്ന. ഹോമി സത്നയാണ് കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുന്ന സമയത്ത് ആണവോർജ കമ്മീഷന്റെ ന്യൂക്ലിയർ എനർജി ഏജൻസിയുടെ ചെയർമാൻ ആയിരുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, 1998 മെയ് 11, 13 തീയതികളിൽ ഇന്ത്യ രണ്ടാമതായി ആണവ പരീക്ഷണം നടത്തി. 1998 മെയ് 11, 13 തീയതികളിലാണ് ഇന്ത്യ രണ്ടാമതായി ആണവ പരീക്ഷണം നടത്തിയത്. സോ അതും ശരിയാണ്. AB വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തുന്നത്. ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ആ ഒരു പേരിലാണ് രണ്ടാമത്തെ ആണവ പരീക്ഷണം നടക്കപ്പെടുന്നത്. സോ ദ ആൻസർ എന്താണ്? എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. സോ ഡി ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ആ ഒരു എന്താ പറയാ, അതിനോടുള്ള ഒരു പലരും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പേടിക്കുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഒരു പരിചയക്കുറവാണ്, പ്രാക്ടീസ് കുറവുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. മലയാളി മെമ്മോറിയൽ, കേരളത്തിലേക്കാണല്ലോ നമ്മൾ വരുന്നത്. മലയാളി മെമ്മോറിയലിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേട്ടോ, അപ്പൊ നമ്മൾ ആദ്യമേ നോട്ട് ചെയ്യുക, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി പ്രസ്താവനകളിലേക്ക് പോവുക. 1891 ജനുവരി 3 സമർപ്പിക്കപ്പെട്ടു. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവം. ഡോക്ടർ പൽപ്പു മൂന്നാമതായി ഒപ്പുവെച്ചു. ഇത്തരം സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക എന്താണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. 1891 ജനുവരി 3 സമർപ്പിക്കപ്പെട്ടു. ഇത് തെറ്റാണ്. കാരണം എന്താണ്? ജനുവരി 1 സമർപ്പിക്കപ്പെടുന്നത് കേട്ടോ. ജനുവരി 1 പുതുവർഷ ദിനത്തിലാണ് നമ്മുടെ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവം ശരിയാണ്. ഇനി ഡോക്ടർ പൽപ്പു ആണ് ഇതിൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതും ഡോക്ടർ പൽപ്പു തന്നെയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് GP പിള്ളയാണ്. GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന്റെ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത വ്യക്തി. സോ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരിക? ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? 1, ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചോദ്യം കാണുന്നത് ഉറപ്പുവരുത്തുക, തെറ്റായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും കേരളത്തിലെ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടാണ്. യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓക്കെ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. 1908 സ്ഥാപിതമായി. മുഖപത്രം യോഗനാഥം. മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. സോ ഓപ്ഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ 1908 സ്ഥാപിതമായത്. ശരിയാണ് അല്ലെ? ഇനി അടുത്ത്, മുഖപത്രം യോഗനാഥമാണോ? യോഗനാഥം SNDP ആണ്. അപ്പം യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്ന് പറയുന്നത് ഉണ്ണി നമ്പൂതിരിയാണ് കേട്ടോ. ഉണ്ണി നമ്പൂതിരിയാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം. ഇനി മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അതും ശരിയാണ്. സോ 1, 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. സോ ഉത്തരം എന്ന് പറയുന്നത് 1, 3 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അതുപോലെ ഇതിനെ ഏറ്റവും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടാണ് അല്ലെ?
ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, യോഗക്ഷേമ സഭ 1908 സ്ഥാപിതമായി. മുഖപത്രം ഉണ്ണി നമ്പൂതിരി, മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യൻ ആക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? അപ്പോൾ ആദ്യമേ നോട്ട് ചെയ്യുക, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റുകളിലേക്ക് പോവുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ശരിയാണോ? ശരിയാണ് അല്ലെ. അടുത്തത്, ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 16-നാണ്. 1721 തന്നെയാണ് ആറ്റിങ്ങൽ കലാപം നടന്നിരിക്കുന്നത്. പക്ഷേ ഏപ്രിൽ 16-നല്ല, 15-നാണ്. ഇത് ആറ്റിങ്ങൽ കലാപമൊക്കെ നമുക്ക് കേരളത്തിലെ കലാപങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആയതുകൊണ്ട് ഇതിന്റെ ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓർത്തിരിക്കുക. 1721 ഏപ്രിൽ 15-നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി, വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുമാണ് ആറ്റിങ്ങൽ കലാപത്തിന് കാരണം. ശരിയാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊക്കെ തന്നെയായിരുന്നു കാരണം. ഇനി, ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ശരിയാണോ? ഇത് ശരിയല്ല കേട്ടോ, ഇത് തെറ്റാണ്. ഈ മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ 1753-ലാണ് ഇത് ഒപ്പുവെക്കുന്നത് കേട്ടോ. 1753-ലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം. സോ ഉത്തരം എന്ന് പറയുന്നത് 2, 4. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം, ഓക്കെ, അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ആദ്യമേ തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്, അത് നോട്ട് ചെയ്യുക. ഇനി സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ശരിയാണോ? തെറ്റാണ് കേട്ടോ. JB കൃപലാനിയാണ് ഈ സമയത്ത് നമ്മുടെ കോൺഗ്രസ് പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ ആ പേര് ഓർത്തിരിക്കുക, JB കൃപലാനി. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 1907-ന് ശേഷം 1918-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും പിളർന്നു. ശരിയാണ്. 1907-ലെ സൂററ്റിലെ പിളർപ്പിന് ശേഷം പിന്നീട് 1918-ൽ വീണ്ടും ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇനി, ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ഡിസംബർ 31-ന് ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ശരിയാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് 1929-ലാണ്. ഓക്കെ, ഇനി 1932-ൽ കോൺഗ്രസ് ത്രിവർണ്ണ പതാക ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് തെറ്റായിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ C, 1 and 4. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെയും തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്, ആദ്യമേ നോട്ട് ചെയ്യുക. ഇനി സ്റ്റേറ്റ്മെന്റ്, 1930-ൽ സിവിൽ നിയമലംഘന പ്രസ്ഥാന കാലത്ത് ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്നത് പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിലാണ്. ശരിയല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം യേർവാദ ജയിലിലാണ് അദ്ദേഹത്തെ ഈ സമയത്ത് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ശേഷമാണ് അദ്ദേഹത്തെ പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ട് തടവിൽ ഇടുന്നത്. ഇനി അടുത്ത്, ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന ജയിലാണ് അഗാഖാൻ കൊട്ടാരം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ 249 ദിവസവും ഇന്ത്യയിൽ 2089 ദിവസവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇതും ശരിയാണ്. ഗാന്ധിജി എന്ന് പറയുന്നത് നമ്മുടെ LP-UPയിലെ ഒരു സെപ്പറേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കുക. ഇനി അടുത്ത്, അഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് 1943 ഫെബ്രുവരി 22-നാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ ഭാര്യയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. 1943-ലാണോ കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്? അല്ല, 1944 ഫെബ്രുവരി 22-നാണ്. ഒരു വർഷത്തിന്റെ മാറ്റമേ ഉള്ളൂ. ഫെബ്രുവരി 22-ന് തന്നെയാണ് മരണപ്പെടുന്നത്. 1944-ലാണ്. സോ ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്? 1ഉം 4ഉം. ഒന്നാമത്തെ പ്രസ്താവനയും അതുപോലെ നാലാമത്തെ പ്രസ്താവനയുമാണ് നമുക്ക് തെറ്റായിട്ട് വരുന്നത്. സോ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ D ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, മാഗ്ന കാർട്ടയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് അല്ലെ. അപ്പോൾ ഓപ്ഷൻസ്, ഇത് ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രം എന്ന് അറിയപ്പെടുന്നു.
അടുത്ത ഓപ്ഷൻ എഡ്വേർഡ് രാജാവ് 1215 ജൂൺ 15 റണ്ണിമേഡ് മൈതാനത്തിൽ വെച്ച് ഇതിൽ ഒപ്പുവെച്ചു. ഇതിലെല്ലാം ശരിയാണ്. ഇതിലൊരു ചെറിയ മിസ്റ്റേക്കേ ഉള്ളൂ. എഡ്വേർഡ് രാജാവല്ല, കിങ് ജോൺ ആണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. ഇനി ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചത് മാഗ്ന കാർട്ടയിലാണ്. ഇതും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ഹേബിയസ് കോർപ്പസ് നമുക്കറിയാലോ, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ അല്ലെ. റിട്ട് എന്തിനാണ്? നമ്മുടെ മൗലികാവകാശങ്ങൾ നമുക്ക് നിരാകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് കോടതിയെ സമീപിക്കാം. അതിനു വേണ്ടിയിട്ടാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. എഡ്വേർഡ് രാജാവല്ല, ജോൺ രാജാവാണ് 1215 ജൂൺ 15 റണ്ണിമേഡ് മൈതാനത്ത് വെച്ച് എന്തില് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കുന്നത്. ബ്രിട്ടനിലാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം അന്തരീക്ഷ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അയണോസ്ഫിയർ. ശരിയാണോ? അപ്പോൾ നമുക്ക് ഇവിടെ ഈ ചിത്രത്തിൽ നമ്മുടെ ലെയറുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് ട്രോപ്പോസ്ഫിയർ ഏറ്റവും താഴത്തേത്, അതിന് മേളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിന് മേളിൽ മീസോസ്ഫിയർ, അതിന് മേളിൽ മിസോസ്ഫിയർ വരുന്നു, അതിന് മേളിൽ തെർമോസ്ഫിയർ വരുന്നു. ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തുള്ള ലെയർ ആണ് അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയറിലാണ് നമ്മുടെ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. സോ ഇത് ശരിയാണ് അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അയണോസ്ഫിയറിലാണ്. ഇനി അടുത്തത് ഏറ്റവും താപനില കൂടിയ മണ്ഡലം തെർമോസ്ഫിയർ. പേര് തന്നെയുണ്ട് അല്ലെ. ശരിയാണോ? ശരിയാണ്. തെർമോസ്ഫിയർ തന്നെയാണ് ഉത്തരം. ഏറ്റവും താപനില കൂടിയ മണ്ഡലം തെർമോസ്ഫിയർ ആണ്. ഇനി അടുത്ത ഉൽക്കാവർഷ പ്രദേശം എന്ന് അറിയപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ പാളിയാണ് മീസോസ്ഫിയർ. ഏറ്റവും തണുപ്പേറിയ അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. അതുപോലെ ഉൽക്കകൾ കത്തി നശിക്കുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയർ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ശരിയായിട്ട് വരുന്ന ഉത്തരം. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കറുത്ത മണ്ണുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ചെർണോസോം, റീഗർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ് കേട്ടോ. ചെർണോസോം അതുപോലെ റീഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. അതുപോലെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കൂടിയാണ് നമ്മുടെ കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഇനി ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് നമ്മുടെ കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത് കേട്ടോ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റുകളിലേക്ക് വരികയാണെങ്കിൽ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലും മാൾവ പീഠഭൂമിയിലും കാണപ്പെടുന്ന പ്രധാന മണ്ണിനം. ഇത് ശരിയാണോ? അല്ല കേട്ടോ. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലും മാൾവ പീഠഭൂമിയേക്കാളും കൂടുതൽ ഡെക്കാൻ പീഠഭൂമിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കറുത്ത മണ്ണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് കറുത്ത മണ്ണ് വളരെയധികം നമുക്ക് ദൃശ്യമാകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലും മാൾവ പീഠഭൂമിയിലും അല്ല, ഡെക്കാൻ പീഠഭൂമിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഇനി ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്നു. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളത് കറുത്ത മണ്ണിലാണോ? അല്ല, കറുത്ത മണ്ണിലല്ല. റെഡ് സോയിൽ, ചെമ്മണ്ണിലാണ്, ചുവന്ന മണ്ണിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇരുമ്പിന്റെ അംശം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു കളറും കാണുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. സോ ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ കറുത്ത മണ്ണ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കറുത്ത മണ്ണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിച്ച് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വലിയ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ് ഇടുങ്ങിയ പ്രദേശമാണ് ബാബർ. ഇതൊക്കെ നമ്മുടെ ഹിമാലയൻ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഹിമാലയൻ പ്രദേശങ്ങൾ അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് ഇതിൽ കണ്ടെത്തേണ്ടത്. അതായത് വലിയ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ബാബർ, ചതുപ്പ് പ്രദേശമാണ് ടെറായ്, പഴയ എക്കൽ നിക്ഷേപമാണ് ഖാദർ, ഉത്തരമഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ബങ്കർ. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഖാദർ, ബങ്കർ എന്നിവയുടെ വ്യത്യാസം അറിയാമെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ഇവിടുന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം പഴയ എക്കൽ നിക്ഷേപമാണോ ഖാദർ? അല്ല, ഖദർ പുതിയ സാധനമാണ്. പുതിയ ഡ്രസ്സിനല്ല നമ്മൾ ഖദർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ പഴയ എക്കൽ നിക്ഷേപമാണ് ഖാദർ എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പഴയ എക്കൽ നിക്ഷേപത്തിന് നമ്മൾ ഖാദർ എന്നല്ല പറയുന്നത്, ബങ്കർ എന്നാണ് പറയുന്നത്. ബംഗം വന്നത് അല്ലെ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് സി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തെറ്റായിട്ട് വരുന്നത്. ടെറായ് എന്ന് പറയുന്നത് ചതുപ്പ് പ്രദേശമാണ്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗം ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളായിരിക്കും. ഇനി വലിയ പാറക്കഷ്ണങ്ങൾ കൂടിയ പ്രദേശമായിരിക്കും ബാബർ എന്ന് പറയുന്ന പ്രദേശം.
ഇനി ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള പ്രദേശമാണ് ബംഗർ എന്ന് പറയുന്നത്. ബംഗർ പ്രദേശം വളരെ വിസ്തൃതമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശം ആണ്. പഴയ എക്കൽമണ്ണ് കാണപ്പെടുന്ന എവിടെയാണ്? പഴയ എക്കൽമണ്ണാണ് എന്നറിയപ്പെടുന്നത് ബംഗർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ചോദ്യം റിപ്പോ റേറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവനയാണ്, നോട്ട് ചെയ്യുക. ഇനി ഓപ്ഷൻ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, റിപ്പോ നിരക്കിൽ ഒരു റീപർച്ചേസ് കരാറില്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, കാരണം റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ റിപ്പോ റേറ്റ് നിൽക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്ത്, റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാൾ താഴ്ന്നും റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ ഉയർന്നും നിൽക്കുന്നു. അത് എപ്പോഴും എങ്ങനെയായിരിക്കും കേട്ടോ, അത് ഓർത്തിരിക്കുക. റിപ്പോ നിരക്ക് എപ്പോഴും ബാങ്ക് നിരക്കിനേക്കാൾ കുറവായിരിക്കും, അതുപോലെ റിവേഴ്സ് റിപ്പോ നിരക്കിനേക്കാൾ ഉയർന്നും നിൽക്കുന്നു. അപ്പോൾ റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? റിസർവ് ബാങ്ക് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കടമായിട്ട് പണം കൊടുക്കുമ്പോൾ അതിനുള്ള പലിശ നിരക്കിനെയാണ് നമ്മൾ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് കടം വാങ്ങുമ്പോൾ, ലെൻഡ് ചെയ്യുമ്പോഴുള്ള പലിശ നിരക്കിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, റിപ്പോ റേറ്റ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നു. റിപ്പോ റേറ്റ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ചില സമയത്ത് ലോണൊക്കെ എടുത്തിട്ടുള്ളവരെ സംബന്ധിച്ചോളം അവരെ ബാധിക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് ബാധിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. സോ റിപ്പോ റേറ്റ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്ത്, റിപ്പോ റേറ്റ് ഹ്രസ്വകാല ഫണ്ടിങ് ആവശ്യകതകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പെട്ടെന്നുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റിപ്പോ റേറ്റ് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഷോർട്ട് ടൈം ഫിനാൻസിന് വേണ്ടിയിട്ടാണ് റിപ്പോ റേറ്റ് കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഓപ്ഷൻ 2ഉം 4ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. പക്ഷെ തെറ്റായിട്ട് വരുന്നതോ 1ഉം 3ഉം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. അതുപോലെ റിസർവ് ബാങ്കിൽ വരുന്ന, റിസർവ് ബാങ്കിന്റെ ചിഹ്നം നമ്മൾ ഓർത്തു വെക്കുക, ടൈഗർ അതുപോലെ പാം ട്രീ, ഈ രണ്ട് സിമ്പലുകളാണ് റിസർവ് ബാങ്കിന്റെ ചിഹ്നമായിട്ട്, ഔദ്യോഗിക സിമ്പലായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവയവ. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ. നമ്മുടെ ഒരു രാജ്യത്തിന്റെ മുന്നോട്ട് കണ്ട് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും, ഇത് ഗാന്ധിയൻ ആശയമായിട്ട് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അതുപോലെ ഏകീകൃത സിവിൽ കോഡ്, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും, ഇതും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത്, നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും, ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ല, ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്ന കാര്യമാണ്. അതുപോലെ ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്ക് തുല്യ വേതനവും, ഇതും മാർഗനിർദ്ദേശക തത്വങ്ങളിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തതായിട്ട് ഒരു സംഭവമുള്ളൂ, അതേതാണ്? നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. സോ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976-ൽ 11 മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇത് ശരിയാണോ? ശരിയല്ല, കാരണം 11 എണ്ണമല്ല, ആദ്യം 10 എണ്ണമായിരുന്നു ഉൾപ്പെടുത്തിയത്. പിന്നീടാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ കൂടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 1976 പ്രകാരം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. 11ാമത്തെ മൗലിക കടമ 2002ലാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. 86ാമത്തെ ഭേദഗതി പ്രകാരമാണ് 11ാമത്തെ മൗലിക കർത്തവ്യം, ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അപ്പം ആ വർഷവും അമെൻഡ്മെന്റ് ഓർത്തിരിക്കുക, 2002ലെ 86ാം ഭേദഗതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 10 മൗലിക കടമകളാണ് 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത്. ഇനി അടുത്ത, സ്വരൺ സിംഗ് നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ കേന്ദ്ര നിയമമന്ത്രി HR ഗോഖലെയാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന 2ഉം 3ഉമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും ഭരണഘടനയുമായി ബന്ധപ്പെട്ട, രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, 124ാം വകുപ്പ് അനുസരിച്ചാണ്, 124ാം അനുച്ഛേദം അനുസരിച്ചാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ശരിയാണോ? തെറ്റാണ് കേട്ടോ. 1, 2, 3. 123ാമത്തെ വകുപ്പ് പ്രകാരമാണ്
ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ഓടുന്നത്. 1, 2, 3 ഓർഡർ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. 1, 2, 3 ഓർഡർ. അപ്പോൾ ഓർഡിനൻസ് 123, ആർട്ടിക്കിൾ 123 ആണ് ഓർഡിനൻസ്. ഇനി ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത്, ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി 6 മാസമാണ്. ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, പാർലമെന്റ് അംഗീകരിക്കാത്ത, പരിഗണിക്കാത്ത ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി 6 മാസവും 6 ആഴ്ചയുമാണ്. 6 മാസവും 6 ആഴ്ചയാണ്. അപ്പോൾ ഇതും ശരിയാണ് കേട്ടോ. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം ശരിയാണ്. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാർലമെന്റ് സമ്മേളനത്തിൽ അല്ലാത്ത സമയത്ത് പെട്ടെന്ന് നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ ഓർഡിനൻസ് പിന്നീട് പാർലമെന്റ് പാസ്സാക്കിയാൽ മാത്രമേ അത് നിയമമായിട്ട് മാറുള്ളൂ. അപ്പോൾ അതാണ് ഓർഡിനൻസിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത് നമ്മുടെ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുള്ള ഓരോ പ്രധാനമന്ത്രിമാരും അവരുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഓർഡിനൻസുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നരസിംഹറാവുവിന്റെ കാലത്ത് 109 ഓർഡിനൻസുകൾ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 93, രാജീവ് ഗാന്ധിയുടെ കാലത്ത് 57, നരേന്ദ്രമോദിയുടെ കാലത്ത് ഇതുവരെ 57. അപ്പോൾ അത് ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുക. അത് പഠിക്കുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ LPUP-യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളിൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ കുറച്ച് നോക്കിയത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് മാറും. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനും പെട്ടെന്ന് ഉത്തരങ്ങളിലേക്ക് എത്തുവാനുമായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഫ്രം ദ പാർട്ട് ഓഫ് ടോസ് അക്കാദമി. താങ്ക് യു.